നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 7-ാമത് വാക്യം, ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല എന്ന പദമാണ്. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബലഹീനനെ താങ്ങണം എന്നുള്ളതായ വസ്തുതയാണ്. നന്മ ചെയ്യുവാൻ കഴിയുവോളം നന്മ ചെയ്യുവാൻ ഉത്സാഹിക്കണമെന്നും കർത്താവ് നമ്മെ ആഴമായി പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ അതിന് 32 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ യേശു കർത്താവ് തൻ്റെ ഇടവും വലവും നിൽക്കുന്നതായി ആട്ടിൻകൂട്ടത്തോട് പറയുന്നതായ പ്രസ്താവനകളുണ്ട്. ഒരാട്ടിൻകൂട്ടത്തോട് യേശു കർത്താവ് പറയുന്നത്, ഞാൻ ദാഹിച്ചവനായി, ഞാൻ നഗ്നനായി, ഞാൻ വിഷണ്ണവനായി നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് നിങ്ങൾക്കെന്നോട് കരുണ തോന്നിയില്ല, നിങ്ങൾക്കെന്നോട് മനസ്സലിവ് തോന്നിയില്ല, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ വെള്ളം തന്നില്ല എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. എന്നാൽ മറ്റേ ആട്ടിൻകൂട്ടത്തോട് പറയുന്നത്, ഞാൻ ദാഹിച്ച് നിങ്ങളുടെ അരികിൽ വന്നപ്പോൾ നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുക എന്നൊക്കെ ഓർപ്പിക്കുന്ന വാക്കുകളാണ്. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുവാനല്ലെന്നും നമ്മാലാവോളം നന്മ ചെയ്യുവാനാണെന്നും, നാം നന്മ ചെയ്യേണ്ടത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഇല്ലാത്തവർക്കാണ്, ദുഃഖിക്കുന്നവർക്കാണ്, വേദനപ്പെടുന്നവർക്കാണ്, ആശ്വാസം ആവശ്യമുള്ളവർക്കാണ്. അത് നാം നൽകുന്നു എങ്കിൽ അതുനിമിത്തം ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ഒരല്പം ആശ്വാസത്തിനു വേണ്ടി വഴിത്താരയിൽ ആഴമായി മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്നവരെ കണ്ടിട്ട് 2 ആളുകൾ ആ വഴിയിലൂടെ കടന്നുപോയെങ്കിലും അവർക്ക് ആ മനുഷ്യനോട് കരുണ കാണിക്കുവാൻ തോന്നിയില്ല എന്നതാണ്. എന്നാൽ ആ വഴിയിലൂടെ കടന്നു വന്ന ശമര്യക്കാരൻ തന്നെ കണ്ടിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം അല്ലെങ്കിൽ വീഞ്ഞ് തനിക്ക് കൊടുക്കുകയാണ്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണ ആ മുറിവുകളിൽ പുരട്ടുകയാണ്. ചെയ്യേണ്ട പ്രവൃത്തി ആ ശമര്യക്കാരൻ ചെയ്തു എന്നാണ് വായിക്കുന്നത്. ഇവരിൽ ആരാണ് നിന്റെ സ്നേഹിതൻ? അവിടെ ഓർപ്പിച്ചു പറയുകയാണ്, ആ ശമര്യക്കാരനാണ് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്ത്, എൻ്റെ സ്നേഹിതൻ, എൻ്റെ സഹപാഠി എന്ന് ചിന്തിപ്പിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: ദാഹിച്ചു വരുന്നവന് വെള്ളം കൊടുക്കുവാൻ, വിശന്നു വരുന്നവന് വെള്ളം കൊടുക്കുവാൻ, ആഴത്തിൽ മുറിവേറ്റ് പ്രാണനു വേണ്ടി പിടയുന്ന മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കേണ്ടതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുവാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മാലാവോളം സാധുക്കൾക്ക് വേണ്ടി, കരുണ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, ദാഹിക്കുന്നവർക്ക് വേണ്ടി, ജീവന് വേണ്ടി പിടയുന്നവർക്ക് വേണ്ടി
ചെയ്യുവാൻ കഴിയുന്നത് ചെയ്യേണ്ടതിന് നാം നമ്മെ സമർപ്പിക്കാം. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതം ചുരുങ്ങിയ കാലമാണ്. ഞങ്ങൾക്കുള്ള കാലഘട്ടം ഞങ്ങളാലാവോളം ഞങ്ങൾ നന്മ ചെയ്യുന്നവരായി തീരുവാൻ, അർഹതപ്പെട്ടവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.